കോട്ടയത്തെ വികസന മുരടിപ്പിന്റെ സ്മാരകമായ ആകാശപാത പൊളിച്ചു മാറ്റണമെന്ന CPM-ഉം നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് കോൺഗ്രസും ആവശ്യപ്പെട്ട് വിഷയം സജീവമായിരിക്കുകയാണ്. ആകാശപാത ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളിലും വിശദമായ വിജിലൻസ് അന്വേഷണം നടത്തണമെന്നാണ് BJP-യുടെ ആവശ്യം. കച്ചേരിക്കടവ് വാട്ടർ ഹബ്, കോടിമത രണ്ടാം പാലം, ബോട്ട് ജെട്ടി തുടങ്ങിയവയെല്ലാം കോട്ടയത്തെ പാതി വഴിയിൽ നിലച്ച പദ്ധതികളാണ്. അക്ഷരനഗരിയിലെ നാണക്കേടിന്റെ സ്മാരകമാണ് നഗരമധ്യത്തിലെ ആകാശപാത. ആകാശപാത പുനർനിർമ്മാണത്തിന് MLA തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സർക്കാരിനോട് പണം ആവശ്യപ്പെട്ടു. ഇനിയും പദ്ധതിക്ക് പണം ചെലവഴിക്കുന്നത് നഷ്ടമാണെന്നും പൊളിച്ചുമാറ്റാനാണ് നോക്കേണ്ടതെന്നും സർക്കാരിന്റെ മറുപടിയും വന്നു. പിന്നാലെ വാദപ്രതിവാദങ്ങളും. ജനങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന ഉരുക്കുതൂണുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPM പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ്. എന്നാൽ ഇതുവരെയുള്ള നിർമ്മാണത്തിന് ചെലവഴിച്ച 1 കോടിയിലധികം രൂപയും ഇനി പൊളിച്ചുമാറ്റാൻ ചെലവാക്കുന്ന ലക്ഷങ്ങളും ജനങ്ങളുടെ നികുതി പണമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് BJP. വികസന നായകൻ ചമയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്ത് പാതി വഴിയിൽ നിർത്തിയ എല്ലാ പദ്ധതികളും സമഗ്രമായ വിജിലൻസ് അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് BJP ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ ആവശ്യപ്പെട്ടു. കോടിക്കണക്കിന് രൂപയാണ് ഇതിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ പണം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തില് ഇത് CPM ഇന്ന് പൊളിച്ചു മാറ്റണമെന്ന് പറയുന്നു. പൊളിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള തുക അത് സർക്കാർ മുടക്കണം. അപ്പോൾ ഇങ്ങനെ കുറെ പണം മുടക്കിക്കൊണ്ട് പകുതി പണിയുക, പിന്നെ പൊളിച്ചു മാറ്റുക, ഇതിന്റെ പിന്നിലുള്ള വലിയ ഒരു അഴിമതിയുണ്ട്. ഈ കരാറ് കൊടുത്തതിനകത്തൊക്കെ നടത്തിയിരിക്കുന്ന അഴിമതി ഉണ്ടെന്ന് CPM പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഈ അഴിമതി കൃത്യമായി വിജിലൻസ് അന്വേഷണം നടത്തിക്കൊണ്ട് ഈ അഴിമതിയിൽ ഉത്തരവാദപ്പെട്ടവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവണമെന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. പദ്ധതികളുടെ തുടക്കം മുതലുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും കണ്ടെത്താൻ വിജിലൻസ് അന്വേഷണം നടത്തണം. ഭാവനാശൂന്യമായ പദ്ധതികളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടപ്പിലാക്കാൻ ശ്രമിച്ചതെന്ന് BJP ആരോപിച്ചു. നഗര കവാടമായ കോടിമതയിലെ രണ്ടാം പാലം വർഷങ്ങളായി പണി പൂർത്തിയാക്കാതെ ദുരന്ത സ്മാരകമാണിന്ന്. രാഷ്ട്രീയ വിവാദങ്ങളോ വാദപ്രതിവാദങ്ങളോ എന്തുമായിക്കോട്ടെ, നിഷ്ക്രിയത്വത്തിന്റെ അടയാളങ്ങളായ ഈ സ്മാരകങ്ങൾ ഇനിയും ചുമക്കാൻ വയ്യെന്നാണ് ഓരോ കോട്ടയംകാരനും പറയാനുള്ളത്. കോട്ടയത്ത് നിന്ന് ക്യാമറമാൻ മനോജ് വട്ടിയൂർക്കാവിനൊപ്പം മിഥുൻ അയ്യപ്പൻ, ജനം.